അങ്ങനെ ഞങ്ങൾ മൈസൂർ സൂവിൽ നിന്നിറങ്ങി നേരെ മൈസൂർ പാലസിലോട്ടാണ് ഇനി ചെല്ലുന്നത്. ഒരു ശനിയാഴ്ച ആയത് കാരണം തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. 100 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി. തിരക്ക് കാരണം കാര്യമായിട്ട് കാഴ്ചകൾ കാണാനോ വീഡിയോയിൽ പകർത്താനൊന്നും പറ്റിയിട്ടില്ല. കൊട്ടാരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാദ്യർ ഡൈനാസ്റ്റി 14ാം സെഞ്ചുറിയിലാണ് ഈ ഒരു കൊട്ടാരം നിർമ്മിക്കുന്നത്. അംബാവിലാസ് പാലസ് എന്ന് ഈ കൊട്ടാരത്തിന് പേരുണ്ട്. ഇത് ആദ്യം നിർമ്മിച്ചിരുന്നത് മരത്തിലാണ്. പിന്നീട് തീപിടുത്തത്തിൽ നശിക്കുകയും അങ്ങനെ പല തവണകളായിട്ട് റീകൺസ്ട്രക്റ്റ് ചെയ്തു. ഇപ്പോൾ കാണുന്നത് നാലാം തവണ റീകൺസ്ട്രക്റ്റ് ചെയ്ത ഒരു കൊട്ടാരമാണ്. ഇത് 1912 ബ്രിട്ടീഷ് ആർക്കിടെക്റ്റ് ആയിരുന്ന ഹെൻറി ഇർവിനാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ചുവരുകളിലും റൂഫുകളിലും നിങ്ങൾ ഈ കാണുന്ന പോലെ ചിത്രങ്ങൾ, കൊത്തുപണികളൊക്കെ ഉണ്ട്. ഇത് ഹിന്ദു മുസ്ലിം ഗോത്തിക് വാസ്തുവിദ്യാ ശൈലിയിലാണ് ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ചിത്രങ്ങളിൽ കൊട്ടാരത്തിൻ്റെ ചരിത്രങ്ങൾ, കാര്യങ്ങളൊക്കെ ആലേഖനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പകർത്താൻ പറ്റാതെ പോയ കാഴ്ചകൾപ്പെട്ട ഒന്നാണ് ഇതിൻ്റെ പ്രധാന ഗേറ്റിലുള്ള 2 ആനയുടെ തലകൾ. അത് ഒറിജിനലായിട്ടുള്ള ആനകളെ കൊന്ന് സ്റ്റഫ് ചെയ്ത് വെച്ച തലകളാണ്. പിന്നീട് നമുക്ക് കാണാനുള്ളത് രാജാവും രാജകുടുംബമൊക്കെ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളൊക്കെയാണ്. അവരുടെ സിംഹാസനങ്ങൾ, സ്വർണത്തിലും വെള്ളിയിലും തീർത്ത വസ്തുക്കൾ, പിന്നെ അതുപോലെ തന്നെ മാൻകൊമ്പിലും അതുപോലെ ആനക്കൊമ്പ് കൊണ്ടൊക്കെ നിർമ്മിച്ച വസ്തുക്കൾ, അവരുടെ കണ്ണാടികൾ, ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ്. പിന്നെ അവിടുത്തെ മരം ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് തേക്കാണ്. അത്യാവശ്യം നല്ല കനത്തിലൊക്കെയുള്ള വാതിലുകൾ, കാര്യങ്ങളൊക്കെയാണ്. അവരുടെ ആക്രമണങ്ങൾ, കാര്യങ്ങളൊക്കെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലൊക്കെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ അവിടുത്തെ ഒരു പ്രധാന കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്ന ഗോൾഡൻ അമ്പാരി. 750 കിലോ വരുന്ന ഈ ഗോൾഡൻ അമ്പാരിയിൽ 85 കിലോയോളം സ്വർണ്ണം ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് അവിടുത്തെ ദസറ ഉത്സവങ്ങൾക്ക് മഹാരാജാവ് ആനപ്പുറത്ത് എഴുന്നള്ളിയിരുന്നത് ഈ ഗോൾഡൻ അമ്പാരിയിലാണ്. ഇപ്പോൾ 1971 ശേഷം അവിടുത്തെ ശ്രീ ചാമുണ്ടേശ്വരി ദേവി വിഗ്രഹമാണ് ഉപയോഗിക്കുന്നത്. ഇത് അവിടുത്തെ പബ്ലിക് ദർബാർ ഹാളാണ്. ഇവിടുന്ന് കൊട്ടാരത്തിൻ്റെ മുറ്റത്തോട്ട് നോക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു രാജകീയ ഫീല് കിട്ടുന്നുണ്ട്. പിന്നെ മൈസൂർ സാമ്രാജ്യത്തിൻ്റെ പ്രതാപം അതേപടി വിളിച്ചോതുന്ന ചില കാഴ്ചകളുണ്ട്. അതിൽ പെട്ട ഒന്നാണ് ഈ പ്രൈവറ്റ് ദർബാർ ഹാള്. ഇതിനകത്തോട്ട് കയറുന്ന സമയത്തും ആ രാജകീയ പ്രൗഢി നമുക്ക് കാണാൻ പറ്റും. അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ ഡിസൈന്, കാര്യങ്ങളൊക്കെ. അതിനകത്ത് തന്നെ മൊത്തത്തിലൊരു ഗോൾഡൻ കളറിലാണ് അതിൻ്റെ ലൈറ്റിങ്ങും അവിടുത്തെ പെയിൻറ്റിങ്ങും എല്ലാം. അവിടുന്ന് ഫോട്ടോ എടുക്കുന്നതിന് പ്രത്യേകമായിട്ടുള്ള സെഷനൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കൊട്ടാരത്തിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഞങ്ങൾ കൊട്ടാരത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. കൊട്ടാരത്തിൻ്റെ മുറ്റത്തുനിന്ന് നോക്കുമ്പോൾ ഇത്രയും നേരം കണ്ട കാഴ്ചകളുടെ വേറൊരു രൂപമാണ് കൊട്ടാരത്തിന് പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത്. അത് മറ്റൊരു രീതിയിലാണ്. പിന്നെ അവിടെ മുറ്റത്തൊക്കെ കുറച്ച് നേരം ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത ശേഷം ഞങ്ങൾ തിരിച്ച് പോരാൻ വേണ്ടിയുള്ള റെഡിയായി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് തിരിച്ച് നടന്നു. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കുതിര വണ്ടികളൊക്കെ കുറേ എണ്ണം അവിടെയുണ്ട്, നമുക്ക് കാണാൻ പറ്റും. നമുക്കും യാത്ര ചെയ്യാവുന്ന രീതിയിലൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. പിന്നീട് ഞങ്ങൾ തിരിച്ചു പോന്നു. 9 മണിയാകുമ്പോഴേക്ക് കാട് അടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കയറേണ്ടതുണ്ടായിരുന്നു. അവിടെയും കുറേ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു, ആനയും ഒക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് പോന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.